ഗൈസ്, നമ്മൾ പുതിയൊരു വണ്ടി മേടിച്ചിട്ടുണ്ട്. കുറേ പ്രത്യേകതയുള്ളൊരു ഹെവി വണ്ടിയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഈ വണ്ടി വരുന്നുണ്ട്, കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഐറ്റം. ഈ വണ്ടിക്ക് മാത്രമല്ല, നമ്മളിത് മേടിച്ചിരിക്കുന്ന വെബ്സൈറ്റിന് കുറേ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ വണ്ടിയുടെ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ബോക്സിന്റെ പുറത്ത് കാണുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷിംഗ് വരുന്ന ഒരു ബ്ലാക്ക് കളറാണ്. ഇതിനൊരു യെല്ലോ വേർഷനും കൂടെ ഉണ്ട്. കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂടുതലുള്ള വണ്ടിയാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, ഈ ഒരു വണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. MJX H112+ ആണ് കേട്ടോ ഈ മോഡൽ. വണ്ടിയെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മേടിച്ചിരിക്കുന്ന വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താം. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ ഈ വണ്ടിയെ പോലെ തന്നെ. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നമ്മൾ ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ 6 മാസം ഫ്രീ ആയിട്ട് നമുക്ക് AMC കെയർ അവർ തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് എന്ത് ആക്സിഡന്റൽ കവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ജസ്റ്റ് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്ത് നമുക്ക് അയച്ചു തരും. ഈ ഒരു AMC നമുക്ക് 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ ഏത് ബ്രാൻഡിന്റെയോ ഏത് മോഡൽ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാം കേട്ടോ. 15 തൊട്ട് 20 ദിവസം വരെയാണ് ഡെലിവറി ടൈം വരുന്നത്. അതുപോലെ ഇവരുടെ വെബ്സൈറ്റിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീനിൽ കാണുന്ന കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുവാണെങ്കിൽ 5% നമുക്ക് ഓഫ് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് കേട്ടോ, നമ്മൾ പുറത്തുനിന്ന് വണ്ടി ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ ചാർജസ് വരുമെന്ന് ഷിപ്പിങ്ങിൻ്റെ ഒക്കെ. പക്ഷേ ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കാണുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പ്രൈസ് ആണ് കേട്ടോ. വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. ഷിപ്പിങ്ങും അതുപോലെ തന്നെ കസ്റ്റം ക്ലിയറൻസും എല്ലാം ഇവർ തന്നെ നമുക്ക് ചെയ്തു തരും. നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊരു വണ്ടി മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ലുക്ക് ഭയങ്കര രസമാണ്. ലുക്ക് മാത്രമല്ല, വണ്ടിയുടെ പെർഫോമൻസും അടിപൊളിയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഓൾമോസ്റ്റ് എല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത് മെറ്റലാണ് കേട്ടോ. ഓൾമോസ്റ്റ് 90% സംഭവങ്ങൾ മെറ്റലാണ്. അതുപോലെ തന്നെ വണ്ടി കംപ്ലീറ്റ് വാട്ടർ പ്രൂഫ് ആണ്. നമുക്ക് വെള്ളത്തിൽ മുക്കി ഓടിച്ചു കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ലെന്നാണ് ഇവരുടെ വെബ്സൈറ്റിൽ ഞാൻ കണ്ടത്. ഇതും നമ്മൾ ടെസ്റ്റ് ചെയ്യും. നോർമലി നമ്മൾ ഓഫ് റോഡ് ഓടിക്കാൻ ഇതുപോലൊരു വണ്ടി നമ്മൾ മേടിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ വണ്ടിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് മോട്ടർ വരുന്നത് ബ്രഷ്ലെസ് സെൻസൈഡ് മോട്ടറാണ് കേട്ടോ. ഇതിൽ FOC എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ വണ്ടി കിട്ടുന്നതിൻ്റെ കൂടെ കുറേ ആക്സസറീസ് നമുക്ക് ഈ ബോക്സിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇതിനെ ഓഫ് റോഡ് ഓടിച്ച് നോക്കാമേ. പിന്നെ ഈ വണ്ടിയുടെ ആക്ച്വൽ ബോക്സ് ഇത്രയില്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വലുതാക്കി വെച്ചാണ്. ഇതിൻ്റെ ആക്ച്വൽ ബോക്സ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബോക്സ്. 1/12 ആണ് കേട്ടോ ഐറ്റം. അപ്പോൾ എന്താണെങ്കിലും പെട്ടെന്ന് കൊണ്ട് ഇവനെ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവരുടെ വെബ്സൈറ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അടിപൊളി കളക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇതുപോലുള്ള കുറേ അടിപൊളി സാധനങ്ങൾ ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ ഗ്യാരേജിലേക്ക് നമ്മൾ കുറേ അടിപൊളി വെറൈറ്റി സാധനങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എന്താണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വില്ലീസ് അല്ലെങ്കിൽ സെവിച്ചിൻ്റെ ഡിഫൻഡർ, ഇത് രണ്ടും ഉള്ളൂ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ ഒരു സ്കെയിലിൽ അതുപോലെ ഈ ഒരു പ്രൈസിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്രോളർ ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല. നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടുമില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഈ വണ്ടി അവർ ഡെലിവറി ചെയ്തപ്പോൾ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത് കണ്ടല്ലോ, ഈ ഒറ്റ ബോക്സ് പാക്ക് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്തേക്കുന്ന ബബിൾ റാപ്പാണ് ഈ കാണുന്നത്. നോർമലി നമുക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഒരു ലെയറൊക്കെ കാണുമായിരിക്കും. വണ്ടിയുടെ കളർ കാണുമ്പോൾ തന്നെ ഓ മൈ ഗോഡ്, നല്ല വെയിറ്റ് ആണ് കേട്ടോ. ഇതിനകത്ത് ഒരു കംപ്ലീറ്റ് മാനുവലും വരുന്നുണ്ട്. ഈ സാധനം ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബോക്സ് നമുക്ക് മാറ്റി വെച്ചേക്കാം. വെൽ പാക്ഡ് ആണ് കേട്ടോ. 2 സൈഡും അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഓ നൈസ്. ഈ ഒരു ബോക്സിനകത്ത് കുറേ ആക്സസറീസ് ഉണ്ട്. സ്പെയർ വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെയിറ്റ് ആണ് വണ്ടിക്ക്. ഇതിൻ്റെ വെയിറ്റ് നമ്മൾ എത്ര ഉണ്ടെന്ന് തൂക്കി നോക്കും കേട്ടോ. ഈ പ്ലാസ്റ്റിക് കവറോടെ നമുക്ക് മാറ്റാം. ഓ, ഫസ്റ്റ് കണ്ടത് ബാക്കാണ് കേട്ടോ. ക്ലിയർ ആയിട്ട് ഒരു രക്ഷയില്ല. ഇതെല്ലാം മെറ്റലാണ്. അടിപൊളി ഓനെ. നമ്മളിത് ഓടിച്ച് നോക്കിയിട്ട് ഒന്നുമില്ല. ഞാനിത് കുറേ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ വണ്ടി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇതിൻ്റെ ഈ ബോഡി വരുന്നതൊക്കെ മെറ്റലാണ് കേട്ടോ. നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഇതുവരെ ഉപയോഗിച്ചിരിക്കുന്ന വണ്ടികളെല്ലാം തന്നെ പ്ലാസ്റ്റിക് ആണ്. അതിനൊരു കുഴപ്പമില്ല. പക്ഷേ മെറ്റൽ വരുമ്പോൾ ഇപ്പോൾ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. വണ്ടിക്ക് കുറേ അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഇതിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഓൾമോസ്റ്റ് 90% പാർട്സ് എല്ലാം മെറ്റലാണ്. നോർമലി നമ്മളൊരു ക്രോളർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കത് മെറ്റലായിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഈ സാധനങ്ങളെല്ലാം വരുന്നത് മിക്കവാറും പ്ലാസ്റ്റിക് ആയിരിക്കും. വലിയ വണ്ടികളിലല്ല ഞാൻ പറയുന്നത്, ഒരു ആവറേജ് ഈ ഒരു റേഞ്ചിൽ വരുന്ന വണ്ടികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഈ വണ്ടിയെ നോക്കുവാണെങ്കിൽ എല്ലാ സാധനങ്ങളും മെറ്റലാണ്. അതുപോലെ തന്നെ വണ്ടി നല്ല ഹെവിയാണ്. ടയർ ഈ പറയുന്ന ഭയങ്കര ഒരു സംഭവമല്ല. ഈ പ്രൈസ് റേഞ്ച് കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. അത് വെച്ച് നോക്കുമ്പോഴത്തേനും ഓൾ ടെറേറിയൻ ടയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 ടയർ സ്പെയർ വരുന്നുണ്ട്. ഈ ഒരു ബോക്സിനകത്ത് ഫുൾ ആക്സസറീസ് ആണ് കേട്ടോ. ടയർ മാത്രമല്ല, വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ സ്പെയർ ടയർ വരുന്നത്. ഇതുണ്ടല്ലോ, സ്പെയർ ടയറിന് വരുന്ന ഒരു ബ്ലാക്ക് അലോയ് ആണ് കേട്ടോ. പക്ഷേ സെയിം സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ട്. ഫോം ഫിൽഡ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ടയർ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടയർ തന്നെയാണ്. ഈ 2 ടയർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ,
സൈസിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഒരു ചേഞ്ച് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വീതിയാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. അപ്പോൾ ഇത് വെച്ച് അത്യാവശ്യം നമുക്ക് ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് വെച്ചും ചെയ്യാൻ പറ്റും, കാരണം അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ സ്റ്റെപ്പിന് കൊടുത്തേക്കുന്ന ഈ ടയറും ഈ മോഡൽ ടയർ തന്നെയാണ് കേട്ടോ. ഇതും ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടയറാണ്. പിന്നെ വരുന്നത് നമ്മുടെ റിമോട്ടാണ് കേട്ടോ. 4 ചാനൽ 2.4 ഹെർട്സിന്റെ റിമോട്ടാണ്. റിമോട്ടിന് പറയുന്ന വലിയ വെയിറ്റ് ഒന്നുമില്ല, പക്ഷേ റിമോട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതുണ്ടല്ലോ, നോർമലി നമുക്കുള്ള വണ്ടികൾക്കുള്ള സ്റ്റിയറിംഗ് ട്രിം, ടോട്ടൽ ട്രിമ്മും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ലൈറ്റ്സിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, അതാണ് ചാനൽ 3. ചാനൽ 4 ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിഞ്ച് വേണമെങ്കിൽ ഇതിൽ ഓപ്ഷനിലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. വിഞ്ച് ഇതിൻ്റെ കൂടെ കിട്ടത്തില്ല. അപ്പോൾ വിഞ്ച് വർക്ക് ചെയ്യിക്കാനുള്ള ഒരു ബട്ടണോട് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റിമോട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ റിമോട്ട് വെച്ച് തന്നെ നമുക്ക് വിഞ്ച് ഇതിൽ കണക്ട് ചെയ്തിട്ട് റിമോട്ടിൽ തന്നെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതൊരു നല്ല ഫീച്ചറാണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ഇവരുടെ ചാർജർ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ടൂൾസും ഒരുപോലെ LNGയും ഒരു സ്ക്രൂ ഡ്രൈവറും വരുന്നുണ്ട്. പിന്നെ ബോക്സിലുള്ളത് ഇത് നമ്മുടെ വിഞ്ച് കണക്ട് ചെയ്യാനുള്ള ഫ്രണ്ടിലെ ബമ്പറാണ് കേട്ടോ. ഇത് എനിക്കൊന്ന് പ്ലാസ്റ്റിക് ആണ്, വലിയ വെയിറ്റ് ഇല്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വിഞ്ച് കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് 4 സസ്പെൻഷൻ എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല സംഭവമാണ്. സ്പ്രിങ് വേണമെങ്കിൽ നമുക്ക് മാറാൻ പറ്റും. പിന്നെ നമ്മുടെ ബാറ്ററി വരുന്നത് 2000 mAh 2S ബാറ്ററിയാണ് കേട്ടോ. പിന്നെ ഇവരുടെ വെബ്സൈറ്റിൽ നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഒരു കോംബോ പാക്ക് കൂടെ അവൈലബിൾ ആണ്, ഈ യെല്ലോ വേർഷന്. അതിൻ്റെ കൂടെ നമുക്ക് 2 ബാറ്ററി വേണമെങ്കിൽ കിട്ടും. അപ്പോൾ അതിന് പ്രൈസ് ഇച്ചിരി കൂടും കേട്ടോ ബാറ്ററിയുടെയും കൂടെ. ഒരു ബാറ്ററിയുടെ റണ്ണിങ് ടൈം എന്ന് പറഞ്ഞാൽ ഫുൾ ചാർജിൽ 45 മിനിറ്റ്സ് വരെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ടൈമാണ്. അപ്പോൾ 2 ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് 1.5 മണിക്കൂർ അടിപൊളിയായിട്ട് ക്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു RC കാർ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഫീച്ചർ ഉണ്ട്, വണ്ടി ഫുള്ളി വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. നമുക്ക് വെള്ളത്തിൽ മുക്കി വേണമെങ്കിൽ ഓടിക്കാം. അപ്പോൾ ബോക്സിൽ ഇത്രയും സാധനങ്ങൾ വരുന്നുള്ളൂ. ഇത്ര സാധനങ്ങൾ നല്ല ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വണ്ടിയുടെ ഫീച്ചേഴ്സ് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. വണ്ടിയുടെ ലുക്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ആ ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. അടിപൊളി ലുക്കാണ്. ഫ്രണ്ടൊക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് എല്ലാം ഫംഗ്ഷനിങ് ആണ്. ഒരു മോൺസ്റ്റർ ലുക്കൊക്കെ വരുന്ന ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ വരുന്നത്. ഈ ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും എല്ലാം വർക്കിംഗ് ആണ്. നമുക്ക് ഇതിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. നൈസ്. മുട്ടുമ്പോൾ ഉള്ള സൗണ്ട് നിങ്ങൾ നോക്കി, മെറ്റലിൻ്റെ സൗണ്ട്. ഇവിടെ ശരിക്കും നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. നമുക്ക് സെർവോയും കാര്യങ്ങളൊക്കെ കാണാം. 20 കിലോയുടെ സെർവോ ആണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ സെർവോ എന്താണ് വണ്ടിയിൽ ചെയ്യുന്നതെന്ന് അറിയത്തില്ലാത്തവരോട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ വണ്ടിയുടെ ഫുൾ വെയിറ്റ് താങ്ങി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലും ഈ സെർവോ നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ വീല് ടേൺ ചെയ്യും. അപ്പോൾ സെർവോയുടെ കപ്പാസിറ്റി കുറവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി നമ്മൾ വണ്ടി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സെർവോ മൂവ് ചെയ്യത്തില്ല. പിന്നെ നമ്മൾ വണ്ടി എടുത്ത് മാറ്റേണ്ടി വരും. പക്ഷേ ഇത് ഈ വണ്ടീനേക്കാളും വലിയ വണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെർവോ ആണ് വെച്ചേക്കുന്നത് കേട്ടോ. എന്തിനാ അത്രയും പവറുള്ള സെർവോ ഇതിനകത്ത് വെച്ചേക്കുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്താണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അടച്ചേക്കാം. ലോക്കായിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് നോക്കി അടിപൊളിയാണ്. ഈ സാധനങ്ങളൊക്കെ വരുന്ന പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അതുപോലെ ഈ ജോയിൻസും കാര്യങ്ങളെല്ലാം പ്ലാസ്റ്റിക് ആണ്. പക്ക റിയലിസ്റ്റിക്കിലാണ്. ഗ്ലാസ് ഇല്ല കേട്ടോ, എന്നാലും ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ടായിരിക്കും. ഇന്റീരിയറിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. അതെന്താണ് നല്ലൊരു സംഭവമാണ്. നമുക്കൊരു ക്യാരക്ടറിനെയൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മൾ വില്ലീസിന് വേണ്ടി ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഹാൻഡൊക്കെ മൂവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അതുപോലെ ഒരു ക്യാരക്ടറിനെയൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഡ്രൈവർ സീറ്റൊക്കെ പക്ക നമ്മുടെ ബക്കറ്റ് സീറ്റാണ് കേട്ടോ. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ അവർ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള വയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഇതിൻ്റെ കൂടെ ഒരു സ്പെയർ ബാറ്ററിയും കൂടെ ഉണ്ട്. എനിക്കൊന്ന് ഇതിനകത്തൊരു സ്പെയർ ബാറ്ററി ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ESCയുടെ ബോക്സ് ആണ്. ഇതാണ് വാട്ടർ പ്രൂഫ് ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ വേറെ സംഭവം ഞാൻ പറയാൻ മറന്നുപോയി. ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നതെല്ലാം ഓയിൽ ഫീൽഡ് സസ്പെൻഷൻ ആണ് കേട്ടോ. നമ്മുടെ ട്രാക്സസിനും വില്ലീസിനും ഒക്കെ വരുന്ന FMSനൊക്കെ വരുന്ന പോലെ നല്ല സസ്പെൻഷനാണ്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഒരു സീനും ഇല്ല. നല്ല ക്വാളിറ്റിയുള്ള സസ്പെൻഷനാണ് കേട്ടോ. അതുപോലെ ഈ ഒരു സ്പേസിങ് നിങ്ങൾ കണ്ടല്ലോ. ഇതിൻ്റെ ആർട്ടിക്കുലേഷൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ കയറുന്ന അത്രയും സ്പേസ് അടിപൊളിയാണ് കേട്ടോ. വണ്ടി നല്ല രീതിയിൽ ക്രോൾ ചെയ്യാൻ പറ്റും. ഇതിലും കൂടുതലുണ്ട്. നമ്മളിവിടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിലും കൂടുതലുണ്ട്. കൈ എവിടെയും ടച്ച് ചെയ്യാതെ മൂവ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും കൊള്ളാം കേട്ടോ. വണ്ടി എന്താണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്ക് സൈഡ് ഫുൾ മെറ്റൽ. നമ്മുടെ ആക്സിലും ലിങ്ക്സും എല്ലാം വരുന്നത് മെറ്റലാണ്. അതുപോലെ തന്നെ പവർ ബട്ടൺ വരുന്നത് ഇവിടെയാണ് കേട്ടോ. പവർ ബട്ടണും വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇനി അപ്ഗ്രേഡ്സ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ വരുന്ന പ്ലാസ്റ്റിക് ആണ്. ഇതിൻ്റെ കവറിങ്ങും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് മെറ്റൽ മേടിക്കാൻ കിട്ടും. വില്ലീസിനൊന്നും നമ്മൾ ഇതുവരെ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ഇത് തന്നെ അത്യാവശ്യം നല്ല കേബിൾ ആണ്. ഇതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്യാം. വണ്ടി അതനുസരിച്ച് അത്രയും അടിപൊളി പെർഫോമൻസ് വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ബോഡി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോഡി ഓപ്പൺ ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്. ഇത്രയും കാര്യമുള്ളൂ കേട്ടോ. മാഗ്നറ്റ് ആണ്. സാധനം ലോക്കായി. പക്കാ നീറ്റ് വണ്ടി.
എക്സ്ട്രാ വേറെ തരികിട പരിപാടികളൊന്നുമില്ല. എല്ലാം നല്ല നീറ്റായിട്ട് വെൽ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. വണ്ടിയുടെ മോട്ടർ വരുന്നത് 3500 kVയുടെ ബ്രഷ്ലെസ് സെൻസേർഡ് മോട്ടറാണ് കേട്ടോ. ഇതിലൊരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട്, FOC എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി തന്നെ ഡിറ്റക്ട് ചെയ്യും വണ്ടിയുടെ മുമ്പിലുള്ള ഒബ്സ്ട്രക്കിൾ എന്താണെന്നുള്ളത്. ഇപ്പോൾ കല്ലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ത്രോട്ടിൽ ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറിയ സ്പീഡിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് അതനുസരിച്ച് വണ്ടിയുടെ ആക്സിലറേഷനും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യും. നല്ല ഫീച്ചറാണ്. ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല അങ്ങനെ ഒരു വണ്ടി. ഇതൊക്കെ നമുക്ക് വേണ്ടി ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അന്നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കേട്ടോ. പിന്നെ നമ്മുടെ ESC വരുന്നത് 45 ആംപിയറിന്റെ സെൻസേർഡ് ESC ആണ്. ഈ പാർട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ, കംപ്ലീറ്റ് മെറ്റൽ ആണ് കേട്ടോ വണ്ടി. അതുകൊണ്ടാണ് ഇത്ര ഹെവി ആയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ക്രോളിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ വണ്ടി ഹെവി ആണെങ്കിൽ. പിന്നെ നമ്മൾ ബോഡി തുറന്നു വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് ഇവിടെ സ്റ്റേബിൾ ആയിട്ടിരുന്നോളും. നമുക്ക് പ്രത്യേകിച്ച് ഇതിന് വലിയ സ്ട്രെയിൻ ഒന്നും വരുന്നില്ല. പിന്നെ ലൈറ്റിങ്ങിന്റെ സംഭവങ്ങളൊക്കെ വന്നേക്കുന്നത് പക്ക നീറ്റ് ആയിട്ടാണ് കേട്ടോ വയറിംഗ് ഇതിനകത്ത് പോയേക്കുന്നത്. പിന്നെ ഇവിടെയാണ് ബാറ്ററി ട്രേ വരുന്നത്. അപ്പോൾ അതിനൊരു ബാൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ബാറ്ററി. 2000 mAh 2S ബാറ്ററിയാണ്. അപ്പോൾ ഇതുപോലെ 2 ബാറ്ററിയാണ് ഞാൻ മേടിച്ചിരുന്ന കോംബോ പാക്കിനകത്തുള്ളത് കേട്ടോ. അതുപോലെ തന്നെ സിംഗിൾ ബാറ്ററിയുടെ പാക്കേജ് അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും വണ്ടി നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം. ബാറ്ററി ആദ്യം ഇടുന്നു. ട്രേ അത്യാവശ്യം വലിപ്പമുള്ള ട്രേ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വലിയ ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഇതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ബാക്കപ്പ് കിട്ടും. കണക്ഷൻ വരുന്ന ഈ ടൈപ്പ് പിന്നാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് നെഗറ്റീവും പോസിറ്റീവും ഒന്നും മാറിപ്പോകത്തില്ല. ഓക്കെ, ക്ലോസ് ചെയ്യാം. ഈസി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വണ്ടി ഓൺ ആക്കുന്നു. ജസ്റ്റ് പ്രസ് ചെയ്തൊന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ലൈറ്റും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആയിട്ടുണ്ട്. ചെറിയൊരു മൂളിച്ച സൗണ്ട് കേട്ടല്ലോ, അത് ESCയുടെ ഫാനാണ് കേട്ടോ. ഇനിയിപ്പോൾ റിമോട്ടിൽ ബാറ്ററി ഇടണം. റിമോട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. ചാനൽ 3 ലൈറ്റിൻ്റെ കൺട്രോളാണ് കേട്ടോ. ലൈറ്റ് നമുക്ക് 2 മോഡ് വരുന്നുണ്ട്. ഒന്ന് നോർമലായിട്ട് ഹെഡ്ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്നു, പിന്നെ നമ്മുടെ ഹസാർഡ് ലൈറ്റ്. നല്ല റെസ്പോൺസീവ് ആണ് കേട്ടോ. ടയർസൊക്കെ നല്ല സ്മൂത്തുമാണ്. വണ്ടിക്ക് വേറെ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും വണ്ടി മേടിക്കുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വണ്ടിയുടെ വീഡിയോസ് യൂട്യൂബിൽ പല സ്ഥലത്ത് നിന്ന് സെർച്ച് ചെയ്തതിൻ്റെ റിവ്യൂസും വീഡിയോസും ഒക്കെ കാണുന്നതാണ്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ വണ്ടിക്ക് ക്രൂയിസ് കൺട്രോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നോർമലി നമ്മുടെ വണ്ടികൾക്കെല്ലാം ഉള്ള സംഭവമാണ് ത്രോട്ടിൽ ട്രിം എന്ന് പറയുന്ന സാധനം. പക്ഷേ നമ്മൾ ത്രോട്ടിൽ ട്രിം അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടികൾക്ക് ഫുൾ പവറിൽ നോർമലി കിട്ടാറില്ല. പക്ഷേ ഈ വണ്ടിക്ക് ഫുൾ പവർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ത്രോട്ടിൽ ട്രിം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്, ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കുവാണ്. ഇതിപ്പോൾ മൂവ് ചെയ്യുന്നത് ഫുൾ പവറിലാണ്. അതിന് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ജസ്റ്റ് കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ, വണ്ടി കയറി അങ്ങ് പൊക്കോളും. കണ്ടല്ലോ, അത് നല്ല അടിപൊളി ഫീച്ചറാണ്. നമ്മൾ ക്രോളിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം ഓഫ് റോഡ് കൊണ്ടുപോയിട്ട്. അതുപോലെ തന്നെ റിവേഴ്സും ഈ സെയിം സാധനം വർക്ക് ചെയ്യും കേട്ടോ. നമുക്ക് 2 ഒബ്സ്ട്രക്കിൾ വെച്ച് കൊടുത്ത് നോക്കാം. ഈ ടയറൊന്നും ഇത് പോരാ, ഇതിന് വലിയ ടയർ തന്നെ വേണം. ഇതൊരു ഒബ്സ്ട്രക്കിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം വണ്ടി അത്രയും കേപ്പബിൾ ആണ് കേട്ടോ. എന്താണ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ മാനുവലായിട്ട് തന്നെ ക്രോളിങ്ങിൻ്റെ സ്പീഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോവാണ്. വളരെ സ്പീഡ് കുറച്ച് നമുക്ക് ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ ത്രോട്ടിൽ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് 2 ടയർ വെച്ച് നോക്കിയാലോ. പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഈ ക്രൂസ് കൺട്രോളിൽ ഇത് കയറുമോ നോക്കിയാലോ. ക്രൂസ് കൺട്രോൾ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും സ്പീഡ് കുറച്ചാണ് കേട്ടോ ഇപ്പോൾ ക്രോൾ ചെയ്യുന്നത്. ക്രൂസ് കൺട്രോളിലും ഫുൾ പവർ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഈ വണ്ടിക്ക് എന്തൊക്കെയാണ് അപ്ഗ്രേഡ്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടാത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ESCയും മോട്ടേഴ്സും കാര്യങ്ങളും ഒന്നും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അപ്ഗ്രേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ടയറാണ്. നമുക്ക് ഈ സൈസിലുള്ള അല്ലെങ്കിൽ ഇച്ചിരി സൈസ് കൂടിയ ടയേഴ്സ് നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കുറേ നാൾ ഓടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് ഒക്കെ അതുപോലെ കൂടും. പിന്നെ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു കവർ, ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഇതിനൊന്നും പറ്റത്തില്ല, അത്യാവശ്യം നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള കവേഴ്സ് നമുക്ക് കിട്ടും, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള. അതുപോലെ ഈ പാർട്സും നമുക്ക് വേണമെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ വരുന്നത് പ്ലാസ്റ്റിക് ആണ്, ഒന്നും പറ്റാൻ സാധ്യതയില്ല. പക്ഷേ വേണമെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മെറ്റലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വണ്ടിയുടെ അടിയിലുള്ള വെയിറ്റ് കൂടും. അപ്പോൾ നമ്മൾ ക്രോളിങ്ങിൻ്റെ സമയത്ത് നമുക്ക് അത്യാവശ്യം വണ്ടി ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാലും അറിയത്തില്ല.
അപ്പോൾ അങ്ങനെ കുറച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് അപ്ഗ്രേഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കുറച്ച് നാൾ ഓടിച്ച് വേണ്ടി ഇതിനെ അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ഈ ക്രേസി RC എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്. അവർക്ക് 6 മാസം വരെ ഇതിന് AMCയും കൂടെ അവർ തരുന്നുണ്ട്, അതും ഫ്രീ ആയിട്ട്. വേണമെങ്കിൽ അത് 3 വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം ഫ്രീ ആയിട്ട് ഇതിന് എന്ത് ആക്സിഡന്റൽ കെയർ വരെ അവർ കവർ ചെയ്യുന്നുണ്ട്. ആപ്പാടെ ഇത് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്ന ഷിപ്പിംഗ് ചാർജ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കി അവർ ഈ സാധനം റിപ്പയർ ചെയ്ത് നമുക്ക് അയച്ചു തരും നമ്മൾ AMC എടുക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഏത് മോഡൽ വേണമെങ്കിലും ഇന്റർനാഷണൽ ബ്രാൻഡ്സിനെ എല്ലാം അവർ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. എല്ലാം ഇമ്പോർട്ടഡ് ഐറ്റം ആണ്. പക്ഷേ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കാണുന്നത് ഫൈനൽ പ്രൈസ് ആണ് കേട്ടോ, ഇൻക്ലൂഡിങ് GST, ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടിയുള്ള പ്രൈസ് ആണ് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കാണുന്നത്. നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ 15-20 ദിവസത്തിനകം അവർ പ്രോഡക്റ്റ് നമുക്ക് ഡെലിവറി ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 5% നിങ്ങൾക്ക് ഓഫ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ 15 to 20 days ആണ് ഇവരുടെ ഡെലിവറി ടൈം പറയുന്നത്. ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയ പാക്കേജിംഗ് ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, സംഭവം അപ്പം ടോപ്പ് ക്വാളിറ്റി ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ വെബ്സൈറ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു RC കാർ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏറ്റവും സ്പീഡ് കുറച്ചാണല്ലോ ഈ വണ്ടി ഓടിച്ചത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ആലോചിക്കുന്നുണ്ടായിരിക്കും വണ്ടിക്ക് സ്പീഡിൽ പോകുന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും കുറച്ചാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് റോളിങ്ങിന് വേണ്ടി ഇത് ഏറ്റവും സ്പീഡ് കുറച്ച് ഓടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ത്രോട്ടിൽ ഡയറക്ഷൻ നമുക്കൊന്ന് ഫുള്ള് കൂട്ടിയിട്ട് നോക്കുവാണെങ്കിൽ വണ്ടിയുടെ സ്പീഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഫ്രണ്ട് ത്രോട്ടിൽ കൊടുത്തതിന് ശേഷം ബാക്കിലേക്ക് ഫസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ആണ് കേട്ടോ. അതിനുശേഷമാണ് റിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതേ സംഭവം തന്നെ നമ്മൾ ത്രോട്ടിൽ കംപ്ലീറ്റ് കുറച്ചിട്ട് കഴിഞ്ഞാൽ മാക്സിമം സ്പീഡ് വരുന്നത് ഫുൾ ത്രോട്ടിൽ കൊടുക്കുകയാണ്. ഉണ്ടല്ലോ, ഇതാണ് മാക്സിമം സ്പീഡ്. അപ്പോൾ ക്രോളിങ്ങിന് നമുക്ക് വേണ്ടത് ഏറ്റവും സ്പീഡ് കുറവാണ്. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഈ വണ്ടിയുടെ വെയിറ്റ് ഒന്ന് തൂക്കി നോക്കാം. അതിനെ നമ്മുടെ വില്ലീസിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ, വെയിറ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഡിസ്പ്ലേ 0 ആയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് വില്ലീസിനെ ഒന്ന് തൂക്കി നോക്കാം. അപ്പോൾ അത് ഈ സ്റ്റാൻഡും കൂടെ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ഇതാണ്ട് 200 ഗ്രാമിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. ഇതുണ്ടല്ലോ 3.93 ആണ് ഇൻക്ലൂഡിങ് ബാറ്ററി ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഏകദേശം 4 കിലോ അടുത്ത്, അത് ഇൻക്ലൂഡിങ് ബാറ്ററി ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ MGXൻ്റെ ഒന്ന് നോക്കാം. ഓക്കെ, 2.16 ആണ് ഈ ഒരു കുഞ്ഞൻ. അതുമല്ല 1/12 സ്കെയിലിൽ ആ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആണ്. ഇനിയിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. RC ക്രോളേഴ്സ് മേടിക്കുന്നവർ നോർമലി നോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു ഫീച്ചറാണ് കേട്ടോ, അത് ഈ വണ്ടിക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് പോർട്ടൽ ആക്സിലാണ് കേട്ടോ. പോർട്ടൽ ആക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ക്ലിയറൻസ് ഉണ്ടല്ലോ, ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. കാരണം വണ്ടി കല്ലിൻ്റെ ഒക്കെ മുകളിൽ കൂടെ പോകുമ്പോഴത്തേനും ഇവിടെ തട്ടത്തില്ല. അതിന് കാരണം ഈ പോർട്ടൽ ആക്സിലാണ്. അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിന് നമുക്ക് ഈ ടയർ ഒന്ന് ഊരി മാറ്റണം. ഇപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചാണ് ടയർ ഊരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വണ്ടി മേടിക്കുന്ന സമയത്ത് ഈ പോർട്ടൽ ആക്സിൽ എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ ആ വണ്ടി ഓഫ് റോഡിങ്ങിന് അടിപൊളിയായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് ഊരി എടുത്തിട്ടുണ്ട്. ഈ ടയർ നമുക്ക് ഊരിയെടുക്കാം. ഓക്കെ, ഈ ടൈപ്പ് ടയറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോർഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ നോർമലി ആക്സിൽ വരുന്നതിനേക്കാളും താന്നാണ് നമ്മുടെ ടയർ ഫിക്സ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ വരുന്നത്. അതിനാണ് പോർട്ടൽ ആക്സിൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്ലിയറൻസ് കൂടും. അപ്പോൾ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഏതൊരു വണ്ടിയാണെങ്കിലും നമുക്ക് അതിന് ഫിറ്റ് ആകുന്ന പാർട്സ് മേടിച്ചിട്ട് നമുക്ക് ഇതുപോലെ പോർട്ടൽ ആക്സിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഈ വണ്ടിക്ക് ബൈ ഡീഫോൾട്ട് അത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലിയറൻസ് അത്യാവശ്യം നല്ല ക്ലിയറൻസ് ആയിട്ടുണ്ട്. ഈ വീല് വെച്ചാൽ പോലും വീലിൽ തട്ടത്തില്ല. കൂളായിട്ട് വീല് ഇതിനകത്തൂടെ പോയി വരുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു തിക്നെസ് ഉള്ള വീല്. അതുപോലെ തന്നെ ഇത് അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ട് ചെയ്തത്. ഈ വീല് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വില്ലീസിൻ്റെ ഒക്കെ സെയിം വീല് നമുക്ക് ഫിക്സ് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സ്പെയർ ആയിട്ട് മേടിച്ചൊരു വീലാണ്. വില്ലീസിൻ്റെ സൈസുള്ള 1/6. ഈ ടയർ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുണ്ടല്ലോ, വണ്ടിയുടെ ലുക്ക് ഭയങ്കരമായിട്ട് മാറി. ഭയങ്കര രസമുണ്ട്. പക്ഷേ മുകളിൽ തട്ടും സസ്പെൻഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷേ വണ്ടി ഭയങ്കര ഭീകര ലുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഇത് അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മറ്റേ വീലും ഫിറ്റ് ആവുമെന്ന് മനസ്സിലാകുന്നത്. ഇത് ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം ടയർ തന്നെ. വണ്ടിയുടെ ലുക്ക് ഭയങ്കരമായിട്ട് ഭീകര ലുക്കായിട്ടുണ്ട്. പക്ഷേ ഈ ടയർ ഇട്ട് നമുക്ക് ഓടിക്കണമെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ കുറച്ച് ഓൾട്ടർ ചെയ്യേണ്ടി വരും. മെറ്റൽ ബോഡി ആയതുകൊണ്ട് ഓൾട്ടർ ചെയ്യണമെന്ന് കട്ട് ചെയ്യുന്നതൊക്കെ ഇച്ചിരി പാടാണ്. അപ്പോൾ ഈ ടയറിൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടയർ ഇട്ടിട്ട് നമ്മളൊരു ഓഫ് റോഡിങ് വീഡിയോ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഈ ഒരു മാനുവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ എന്തെങ്കിലും പാർട്സ് മിസ്സിംഗ് ആവോ ഡാമേജ് വരുവോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ബുക്ക് ഈ ഒരു മാനുവൽ നോക്കുവാണെങ്കിൽ അതിൽ കംപ്ലീറ്റ് ഇതിൻ്റെ പാർട്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, മോഡലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാനും നമുക്ക് പുതിയ പാർട്സ് മേടിക്കണമെങ്കിൽ
പേരും മോഡൽ നമ്പറും ഒക്കെ അറിഞ്ഞാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരിക്കലും കളയരുത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ കംപ്ലീറ്റ് സെറ്റിംഗ്സ്, മോട്ടറിന്റെയും ബ്രേക്കിന്റെയും ഡ്രാഗ് ബ്രേക്ക്, അതുപോലെ ത്രോട്ടിൽ റേറ്റ്, സ്റ്റിയറിംഗ് ട്രിം, കാര്യങ്ങളെല്ലാം നമുക്ക് ഫോണിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഫുള്ളി കസ്റ്റമൈസ്ഡ്, നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഇതിനെ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു കാണുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ സെറ്റിംഗ്സും ഉണ്ട്. നമ്മൾ ഓരോന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ, ത്രോട്ടിലിന്റെ സാധനങ്ങളും അതുപോലെ സ്റ്റിയറിംഗിന്റെ സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നോർമലി വണ്ടികളെക്കാളും കംപ്ലീറ്റ്ലി നമുക്ക് വേണ്ട പെർഫോമൻസ് നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് റോഡ് ടെസ്റ്റ് ആണ്. അതുപോലെ വെള്ളത്തിലൊക്കെ നമ്മൾ ഇറക്കി ഓടിച്ച് നോക്കും. രണ്ടും തമ്മിലുള്ള സൈസ് ഡിഫറൻസ് കണ്ടല്ലോ. സൈസ് ശരിക്കും ഓഫ് റോഡിന് പോകുമ്പോഴത്തേനും ഒരു വലിയ ഫാക്ടറാണ് കേട്ടോ, സൈസും ടയേഴ്സും. നമ്മൾ ഈ വണ്ടിക്ക് വേറെ ഒന്നും ചെയ്തിട്ടില്ല, ടയേഴ്സ് ഒക്കെ സ്റ്റോക്ക് തന്നെയാണ് കിടക്കുന്നത്. വില്ലീസ് മാത്രം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇനി ഫുൾ ത്രോട്ടിൽ നമ്മളൊന്ന് ഓടിച്ച് നോക്കാൻ പോകണം. വണ്ടിയുടെ സ്പീഡ് ഇതുവരെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല, പോയി നോക്കാം. ക്രോളർ ആണെന്ന് പറഞ്ഞാലും വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ 3-4 പ്രാവശ്യം വന്നിട്ട് നമ്മുടെ ജീപ്പുമായിട്ടൊക്കെ അങ്ങ് മോള് വരെ കയറി പോയിട്ടുള്ളതാണ്. ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല, വണ്ടിക്ക് ക്ലിയറൻസ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ വന്നിട്ടുണ്ട്, ഒരു കല്ലാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഈ വണ്ടി കയറി പോകുന്നത് എനിക്ക് ഉറപ്പാണ്. കണ്ടല്ലോ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാട്ടർ ക്രോസിംഗ് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് ആണ് വണ്ടി. വേണേൽ നമുക്ക് മുക്കി ഓടിക്കാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. വെയിറ്റ് ഉള്ളതുകൊണ്ട് എന്താണേലും വണ്ടി ഒഴുകിയൊന്നും പോകത്തില്ല. ഈ വെള്ളത്തിൽ കൂടെ തന്നെ അങ്ങ് പോയി നോക്കാം. ഉണ്ടല്ലോ, ഇത്രയും താന്നാ നിൽക്കുന്നത്. ഇവിടെ ഒന്ന് കയറ്റി നോക്കാം. സിമ്പിൾ, അടിവശം ഒന്നും തട്ടുന്ന പോലുമില്ല. ഓക്കെ, ഇവിടുന്ന് കയറി അയച്ച പാടാണ്, പക്ഷെ കയറി. വണ്ടി ഫുള്ളായിട്ട് മുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആർട്ടിക്കുലേഷനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി വളയുന്നുണ്ട്. ഫ്രണ്ട് ഫുള്ളായിട്ട് മുങ്ങിയിട്ടുണ്ട് കേട്ടോ. ടയറിനകത്ത് കൊള വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, വണ്ടി ഫുള്ള് മുങ്ങി നിൽക്കുകയാണ്. വെള്ളത്തിനടിയിൽ ഇറങ്ങുമ്പോൾ ശരിക്കും നോർമലി വണ്ടിക്ക് ഇച്ചിരി വെയിറ്റ് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ടയറിന് ചെറിയൊരു പിടുത്തക്കുറവ് വരും കേട്ടോ. അത് നോർമലാണ്. എന്താണെങ്കിലും വണ്ടി നല്ല പെർഫോമൻസ് തരുന്നുണ്ട് കേട്ടോ. ഇവിടെ കയറി വരാൻ ഇച്ചിരി പാടാണ്. അത് ശരിക്കും നല്ലൊരു കുഴിയാണ് കേട്ടോ. വണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കയറി വരാൻ വേണ്ടി. പക്ഷേ കയറാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റോക്ക് ടയർ തന്നെയാണ് കിടക്കുന്നത്. നമ്മുടെ വില്ലീസും സെയിം ആയിരുന്നു. സ്റ്റോക്ക് ടയറിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ കയറാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ ക്രേസി കാർസിന്റെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന കോഡ് എൻ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഓഫും കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വില്ലീസിനെ നമ്മൾ മുമ്പിൽ ഓടിക്കും. വില്ലീസ് പോകുന്ന സെയിം സ്ഥലത്തൂടെ ഈ വണ്ടി നമ്മളൊന്ന് ഓടിച്ചു നോക്കും.